അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് പുറത്തേക്ക് ഇറങ്ങുന്നത്. ചേച്ചിയുടെ വീട് വരെ പോവാണ്. അവിടെ പറയുണ്ട്. ഞങ്ങളൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ എത്തിയത്. പറ വന്നത് ഉച്ചയായി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചേച്ചി അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു പറയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ പറയുടെ കൂടെ വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാനായിട്ടൊക്കെ ചേച്ചി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അതും എല്ലാം കഴിഞ്ഞു, അത്യാവശ്യം എല്ലാം ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അവിടുന്ന് പറയുടെ കൊട്ട് കേൾക്കാൻ തുടങ്ങി. എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിലും പറ അടുത്തോട്ട് വരുമ്പോൾ ഒരു വെപ്രാളവും ഒരു ധൃതിയൊക്കെ അല്ലേ. പെട്ടെന്ന് തന്നെ എല്ലാം അടുപ്പിച്ച് വെച്ചു. അപ്പോഴത്തേക്ക് പറ വന്നായിരുന്നു. നമുക്കിവിടെ 2 ജീവതയാണ് ഉള്ളത്. ഒന്ന് ശിവമൂർത്തിയും മറ്റേത് രക്തേശ്വരി അമ്മയാണ്. ജീവിതയിലിടാനായിട്ട് 2 മാലയും പിന്നെ ദേവിക്കും ദേവനെ നേദിക്കാനായിട്ട് ഫ്രൂട്ട്സും ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചപ്പാട് ജീവിതയിൽ കിടന്ന പഴയ മാല ഒരു ചേച്ചിക്ക് കൊടുത്തിട്ട് ചേച്ചി കൊടുത്ത മാല എടുത്ത് ജീവിതയിൽ കെട്ടി. അങ്ങനെ പിന്നെ നേദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നോക്കിയാൽ അതിൻ്റെ പുറകിൽ കാണും ചേച്ചി ദേവിക്കും ദേവനും കുട പിടിച്ച് നിൽക്കുന്നവരുടെ കാലയെ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ഉച്ചയായില്ലേ പറ വന്നപ്പോൾ മണ്ണൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുമായിരുന്നു. അവരുടെ കാലൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സൊക്കെ നേദിച്ച് കഴിഞ്ഞ് കൂടെ വന്ന എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അടക്കി ഇരുന്നിട്ട് ശിവമൂർത്തിക്ക് ചൂരലും രക്തേശ്വരി അമ്മയ്ക്ക് വാളും ശൂലവുമാണ് കയ്യിലുള്ളത്. അപ്പം നമ്മുടെ തലയിൽ 2 പേരും ശിവമൂർത്തിയും അതായത് മൂർത്തിയച്ഛനും പിന്നെ രക്തേശ്വരി അമ്മയും വാളും ചൂരലും ഒക്കെ കൊണ്ടിങ്ങനെ ഭസ്മമിട്ട് അനുഗ്രഹിക്കും. അന്നേരം ആ വാളൊക്കെ ഇങ്ങനെ തലയിലിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ഇത്. നമുക്കങ്ങ് എനിക്കെപ്പോഴും അങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ അറിയാതെ കണ്ണൊക്കെ നിറയും. എന്താണെന്നറിയില്ല, അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ സങ്കടം വന്നിങ്ങനെ വിതുമ്പി നിൽക്കുന്ന പോലൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ എന്നെപ്പോലെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെ പറ പോയി കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു.